നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 17ാമത്തേതാണ് അനിഴം നക്ഷത്രം. സംസ്കൃതത്തിൽ അനുരാധ എന്ന് വിളിക്കപ്പെടുന്ന ഈ നക്ഷത്രം വൃശ്ചികൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അനുരാധ എന്ന വാക്കിൻ്റെ അർത്ഥം രാധയെ പിന്തുടരുന്നത് അല്ലെങ്കിൽ വിശാഖത്തിന് ശേഷം വരുന്നത് എന്നാണ്. ഇത് ഭാഗ്യത്തെയും വിജയത്തെയും സൂചിപ്പിക്കുന്നു. വൃശ്ചികൻ രാശിയിലെ 3°20' മുതൽ 16°40' വരെ ആണ് അനിഴം നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നത്. ശനി നക്ഷത്രാധിപനായും ചൊവ്വ രാശാധിപനായും വരുന്ന ഈ നക്ഷത്രക്കാർക്ക് രാശിയുടെ അച്ചടക്കവും ചൊവ്വയുടെ ഊർജ്ജസ്വലതയും ഒരുപോലെ ലഭിക്കുന്നു. അനിഴം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ, ജീവിത വിജയം, ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇതിലൂടെ കാണുന്നത്. അനിഴം നക്ഷത്രത്തിന്റെ പ്രതീകം താമരപ്പൂവാണ്. ചെളിയിൽ വിരിയുന്ന താമര എങ്ങനെ അശുദ്ധിക്കിടയിലും തനിമ നിലനിർത്തുന്നുവോ അതുപോലെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ഉയർച്ച കൈവരിക്കാനുള്ള അസാമാന്യമായ കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് എന്നതാണ്. മറ്റൊരർത്ഥത്തിൽ വടിയോ ദണ്ഡോ ആണ് ഇതിന്റെ അടയാളം. ഇത് അധികാരത്തെയും അച്ചടക്കത്തെയും സൂചിപ്പിക്കുന്നു. അനിഴം നക്ഷത്രത്തിന്റെ ദേവത മിത്രനാണ്. സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ദേവനായ മിത്രന്റെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് നൽകുന്നു. രാശി വൃശ്ചികമാണ്. നക്ഷത്രാധിപൻ ശനി, രാശാധിപൻ ചൊവ്വ, ദേവത മിത്രൻ, ഗണം ദേവഗണം, യോനി അതായത് മൃഗം, മാൻ പെൺ, കുതിര ആൺ, പക്ഷി കാക്ക, വൃക്ഷം ഇലഞ്ഞി, ഭൂതം അഗ്നി. അനിഴം നക്ഷത്രക്കാർ പൊതുവെ ഈശ്വരവിശ്വാസികളാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഇവരുടെ മുഖമുദ്രയാണ്. എന്ത് തടസ്സങ്ങൾ വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ ഇവർ തയ്യാറാവുകയുമില്ല. ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദിച്ചു തുടങ്ങുന്ന സ്വഭാവം ഇവർക്കുണ്ട്. മനസ്സിലുള്ളത് തുറന്നു പറയുന്ന പ്രകൃതക്കാരായതിനാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇവരുടെ വാക്കുകൾ വേദനയുണ്ടാകാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സവിശേഷമായ പല സ്വഭാവ ഗുണങ്ങളുമുണ്ട്. ഇവരുടെ മനസ്സ് എപ്പോഴും ശാന്തമായി കൊതിക്കുന്നതാണ്. ഇവർ നിഷ്കളങ്കരും ഹൃദയത്തിൽ കള്ളത്തരങ്ങൾ സൂക്ഷിക്കാത്തവരുമാണ്. ഈ നക്ഷത്രക്കാർക്ക് ശക്തമായ ഇച്ഛാശക്തിയും ധൈര്യവുമുണ്ട്. ഏത് വലിയ പ്രതിസന്ധിയെ നേരിടാനുള്ള ഇവരുടെ കഴിവ് ശനി നൽകുന്ന അച്ചടക്കത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇവർക്ക് മറ്റുള്ളവരുമായി വളരെ പെട്ടെന്ന് സൗഹൃദത്തിലാകാൻ കഴിയും. സ്വാഭാവികമായ ആകർഷണ ശക്തി, സൗമ്യതയും ഇവരുടെ വ്യക്തിത്വത്തിന് തിളക്ക് നൽകുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ ഐക്യം കൊണ്ടുവരാനും തർക്കങ്ങൾ പരിഹരിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുമുണ്ട്. ഇവർ നീതിബോധമുള്ളവരും അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്തുന്നവരുമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ഗണിതം, ഭൗതികശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ താല്പര്യം കൂടുതലായി കണ്ടുവരുന്നു. കൂടാതെ നിഗൂഢ ശാസ്ത്രങ്ങളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകാറുമുണ്ട്. അനിഴം നക്ഷത്രക്കാരായ പുരുഷന്മാർ പൊതുവെ സുന്ദരന്മാരും പ്രസന്നമായ കണ്ണുകളുള്ളവരുമായിരിക്കും. ഇവർ വളരെ വ്യവസ്ഥാപിതമായ ജോലി ചെയ്യുന്നവരാണ്. പിതാവിൽ നിന്ന് കാര്യമായ സഹായങ്ങളോ സ്നേഹമോ ലഭിക്കാൻ ഇവർക്ക് യോഗം കുറവുമാണ്. മാതാവിനോടും പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ഇവർ ജന്മനാട്ടിൽ നിന്ന് അകലെ താമസിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അനിഴം നക്ഷത്രക്കാരായ സ്ത്രീകൾ നിഷ്കളങ്കമായ മുഖഭാവമുള്ളവരായിരിക്കും. അഹങ്കാരമില്ലാത്തവരും ലളിതമായ ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇവർ. കലകളോടും സംഗീതത്തോടും ഇവർക്ക് വലിയ താല്പര്യവുമുണ്ടാകും. ഇവർ ഉത്തമരായ മാതാപിതാക്കളും വിശ്വസ്തരായ പങ്കാളികളുമായിരിക്കും. തങ്ങളുടെ ഭർത്താവിനോടും ഭർതൃഗൃഹത്തോടും ഇവർ വലിയ ഭക്തിയും സ്നേഹവും കാണിക്കുന്നുണ്ട്. അനിഴം നക്ഷത്രത്തെ 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ പാദത്തിൽ ജനിച്ചവർക്കും പ്രത്യേക ഫലങ്ങൾ ജ്യോതിഷത്തിൽ പ്രവചിക്കുന്നുമുണ്ട്. 1-ാം പാദം ചിങ്ങം നവാംശം. ഈ പാദത്തിൽ ജനിച്ചവർ ആത്മവിശ്വാസമുള്ളവരും നേതൃത്വ ഗുണമുള്ളവരുമായിരിക്കും. സൂര്യനാണ് ഈ പാദത്തിന്റെ അധിപൻ. ഇവർക്ക് അല്പം അഹങ്കാരം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. 2-ാം പാദം കന്നി നവാംശം. ബുധൻ അധിപനായ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വളരെ കൃത്യതയുള്ളവരും അച്ചടക്കമുള്ളവരുമായിരിക്കും. വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ഇവർ ശോഭിക്കും. 3-ാം പാദം തുലാം നവാംശം. ശുക്രൻ അധിപനായ ഈ പാദത്തിൽ ജനിച്ചവർക്ക് സംഗീതം, കല എന്നിവയിൽ താല്പര്യം കൂടുതലായിരിക്കും. ഇവർ സൗമ്യരും സൗന്ദര്യബോധമുള്ളവരുമായിരിക്കും. 4-ാം പാദം വൃശ്ചിക നവാംശം. ചൊവ്വ അധിപനായ ഈ പാദത്തിൽ ജനിച്ചവർക്ക് ഊർജ്ജസ്വലരും വികാരഭരിതരുമായിരിക്കും. ഇവർക്ക് നിഗൂഢ കാര്യങ്ങൾ പഠിക്കാനും ഗവേഷണം നടത്താനും വലിയ കഴിവുമുണ്ടാകും. അനിഴം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. എന്നാൽ അത് പലപ്പോഴും വൈകിയാകും ലഭിക്കുക. ശനിയുടെ സ്വാധീനം കാരണം ഇവരുടെ ജീവിതത്തിൽ 30 വയസ്സിന് ശേഷമാണ് വലിയ പുരോഗതി കാണുന്നത്. അനുയോജ്യമായ തൊഴിൽ മേഖലകൾ. ബിസിനസ്സിലും ഉദ്യോഗത്തിലും ഒരുപോലെ ശോഭിക്കാൻ കഴിയുന്നതാണ്. മറ്റുള്ളവരെ നയിക്കാനും പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവും ഇവരെ രാഷ്ട്രീയത്തിലും മാനേജ്മെന്റിലും വിജയിപ്പിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ്, സിവിൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകൾ വലിയ നേട്ടങ്ങളുണ്ടാക്കും. വൈദ്യശാസ്ത്രം, ദന്തചികിത്സ, സൈക്കോളജി തുടങ്ങിയവയിലും
നൃത്തം, സംഗീതം, അഭിനയം തുടങ്ങിയ കലാപരമായ മേഖലകളിലും, അഭിഭാഷകർ, കൗൺസിലർമാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമവും പൊതുസേവന മേഖലകളിലും, ട്രാവൽ ഇൻഡസ്ട്രി, വിദേശ രാജ്യങ്ങളിലെ ജോലി എന്നിവയിലും തിളങ്ങാനാകും. അനിഴം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ വലിയ ഉയർച്ച ഉണ്ടാകും. വസ്തുക്കളിൽ നിന്നും നിക്ഷേപങ്ങളിൽ നിന്നും സമ്പാദ്യം കരുതി വയ്ക്കാനും ഇവർക്ക് താല്പര്യമുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ, അതായത് 17-18 വയസ്സിൽ സമ്പാദിച്ചു തുടങ്ങുമെങ്കിലും 17 മുതൽ 48 വയസ്സ് വരെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. എന്നാൽ 48 വയസ്സിന് ശേഷം ജീവിതം വളരെ സുഖകരവും സുരക്ഷിതവുമായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരും. ആരോഗ്യപരമായി അനിഴം നക്ഷത്രക്കാർ പൊതുവെ സുരക്ഷിതരാണെങ്കിലും ചില പ്രത്യേക രോഗാവസ്ഥകൾ ഇവരെ അലർത്താറുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷന്മാർക്ക് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ, ദന്തരോഗങ്ങൾ, ചുമ, ജലദോഷം, മലബന്ധം തുടങ്ങിയവ വരാൻ സാധ്യതയുണ്ട്. മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കാത്ത സ്വഭാവം ഇവർക്കുണ്ട്. ഇത് രോഗം ഗുരുതരമാക്കാൻ കാരണവുമാകും. സ്ത്രീകൾക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, അമിതമായ വേദന, തലവേദന തുടങ്ങിയവയ്ക്കും ഇടയുണ്ട്. അനിഴം നക്ഷത്രക്കാർ തങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നത് ജീവിത വിജയത്തിന് സഹായിക്കും. അമിതമായ വാശി ഒഴിവാക്കൽ ഇവർ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ വിമർശിക്കുന്ന സ്വഭാവം കുറയ്ക്കണം. വിഷാദമോ നിരാശയോ ബാധിക്കാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. ശനിയുടെ സ്വാധീനം മൂലം ആദ്യകാലങ്ങളിൽ കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും ക്ഷമയോടെ കാത്തിരുന്നാൽ വലിയ വിജയങ്ങൾ സുനിശ്ചിതമാണ്. നെഗറ്റീവ് ഊർജം ഒഴിവാക്കാൻ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുകയും പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളുമായി കൂടുതൽ ഇടപഴകുകയും വേണം. ഉറക്കമില്ലായ്മ ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ഉറക്കം ഉറപ്പുവരുത്തണം. അനിഴം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സന്തുഷ്ടമായിരിക്കും. പങ്കാളിയോട് വലിയ സ്നേഹവും വിശ്വാസ്യതയും കാണിക്കുന്നവരാണിവർ. പുരുഷന്മാർക്ക് തങ്ങളുടെ പിതാവിൽ നിന്ന് വലിയ സഹായങ്ങൾ ലഭിക്കില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാറുണ്ട്. മാതാവിൽ നിന്നും അർഹമായ സ്നേഹം ലഭിക്കാത്ത സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. അതിനാൽ ജന്മനാട്ടിൽ നിന്ന് അകലെ താമസിക്കുന്നത് ഇവർക്ക് മാനസിക സുഖം നൽകും. അനിഴം നക്ഷത്രത്തിന് ചില നക്ഷത്രങ്ങളുമായി നല്ല പൊരുത്തമുണ്ട്. രോഹിണി, തിരുവാതിര, പുണർദം, ആയില്യം, തൃക്കേട്ട, തിരുവോണം, ചതയം, പൂരുട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ വിവാഹത്തിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഭരണി നക്ഷത്രവുമായി വിവാഹം കഴിക്കുന്ന അത്ര നല്ലതല്ല എന്ന് ജ്യോതിഷ അഭിപ്രായങ്ങളുണ്ട്. ഇത് ജീവിതത്തിൽ ദുരിതങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമാകും. എങ്കിലും ദൈവാനുഗ്രഹത്താൽ തടസ്സങ്ങളില്ലാതെ ജീവിക്കുന്നവരുമുണ്ട്. മധ്യമരഞ്ജു വരുന്ന ഭരണി, മകയിരം, പൂയം, പൂരം തുടങ്ങിയ നക്ഷത്രങ്ങളുമായി വിവാഹം നടത്തുമ്പോൾ സന്താന ഭാഗ്യക്കുറവിന് സാധ്യതയുണ്ടെന്നുള്ളത് ചിലർ വിശ്വസിക്കുന്നു. അനിഴം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ചില നിറങ്ങളും അക്കങ്ങളും രത്നങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഭാഗ്യസംഖ്യ 5, 7, 9. 2026 ഈ സംഖ്യകൾ ഇവർക്ക് വലിയ നേട്ടങ്ങൾ നൽകുമെന്നാണ് പറയുന്നത്. കറുപ്പ്, കടും നീല, ചുവപ്പ് എന്നിവയാണ് അനുയോജ്യമായ നിറങ്ങൾ. ഭാഗ്യ ദിവസം ശനിയാഴ്ച. പ്രതികൂലമായ കാര്യങ്ങൾ: മൂലം, ഉത്രാടം, അവിട്ടം, തിരുവാതിര, പുണർദം, മകയിരം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അനിഴം നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല. ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിച്ചാൽ മതി. സൂര്യൻ, ചൊവ്വ, കേതു എന്നീ ദശാവതാരങ്ങൾ നടക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ വരാനും ഇടയുണ്ട്. ഓം മിത്രായ നമഃ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ്. മൃത്യുഞ്ജയ ഹോമം, ശിവക്ഷേത്ര ദർശനം എന്നിവ ദോഷശമനത്തിന് സഹായിക്കും. ശനിയാഴ്ചകളിൽ ശനിശാന്തി ഹോമം നടത്തുകയോ ശനി മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യാം.